അടൂർ പ്രകാശ്, എക്സൈസ് ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ കെ ബാബു, മറ്റ് ജനനേതാക്കളെ, ജനപ്രതിനിധികളെ, വിവിധ സ്ഥാപനങ്ങളുടെ സാരഥികളായി ഇവിടെ ക്ഷണിക്കപ്പെട്ടു വന്നിട്ടുള്ളവർ, സിനിമ രംഗത്തെ ഈ പരിപാടിയോട് സഹകരിക്കുന്നതിന് മുമ്പോട്ട് വന്നിട്ടുള്ള എല്ലാ ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ഭൂമിഗീതം പരിപാടിയെക്കുറിച്ച് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. കൂടുതലൊന്നും ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മാതൃകാപരമായ പരിപാടി, കേരളം ഇന്ന് ഏറ്റവും അധികം കേരളത്തിന് ആവശ്യമുള്ള പരിപാടി, ഭൂരഹിതരില്ലാത്ത കേരളം. ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്തണമെങ്കിൽ 2,53,000 പേരുടെ അപേക്ഷകൾ, അതിൽ 1 ലക്ഷത്തോളം പേർക്ക് കൊടുത്തു കഴിഞ്ഞു. ബാക്കി 1,53,000 പേര് അപേക്ഷ നൽകിയവരുണ്ട്. അപേക്ഷ നൽകാൻ വിട്ടുപോയിട്ടുള്ളവർ കുറേ പേര് കാണും, സംശയമില്ല. ഏതായിരുന്നാലും 2 ലക്ഷം പേർക്കൂടെങ്കിലും നമ്മൾ ഭൂമി കണ്ടെത്തിയേ മതിയാകും. ഭൂമി കണ്ടെത്തിയാൽ പിന്നെ വലിയൊരു ദൗത്യം അവർക്ക് വീട് കൊടുക്കുന്നതിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചും ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്, ഒരു പരിപാടി ആവിഷ്കരിക്കുന്നുണ്ട്. അതിനും എല്ലാവരുടെയും സഹകരണം ലഭിക്കും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ കാര്യത്തിൽ ശ്രീ സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ സിനിമാ രംഗത്തെ സഹൃദയരായിട്ടുള്ള നേതാക്കൾ മുമ്പോട്ട് വന്നു എന്ന് കാണുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവരുമായി ചേർന്നാണ് ഭൂമിഗീതം എന്ന പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിനോട് സഹകരിക്കാൻ എല്ലാവരും, ഈ പരിപാടിയിൽ ടിക്കറ്റ് എടുത്താകാം, സംഭാവന നൽകിയാകാം, ഭൂമി നൽകിയാകാം, ഏതെല്ലാം വിധത്തിൽ സഹകരിക്കാമോ ആ വിധത്തിൽ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുക. ഇന്ന് നല്ലൊരു ദിവസമാണ്. ലോകം മുഴുവൻ ആത്മവിശുദ്ധിയോടെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി കൂട്ടായി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഒരു മാസക്കാലം ത്യാഗത്തോടെ വ്രതാടിസ്ഥാനത്തിൽ നടത്തിയ നോമ്പ് കഴിഞ്ഞ് ഇന്ന് പെരുന്നാൾ ഘോഷിക്കുന്ന ഈ നല്ല ദിനത്തിലാണ് നമ്മളുടെ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. ഞാൻ പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നതോടൊപ്പം ഈ പരിപാടിയുടെ വിജയത്തിന് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് നേതൃത്വം നൽകാൻ മുമ്പോട്ട് വന്ന ശ്രീ സിദ്ദിഖിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ സിനിമാ രംഗത്തെ സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന റവന്യൂ മന്ത്രി ശ്രീ അടൂർ പ്രകാശിനെയും ശ്രീ ജില്ലാ കളക്ടർ ശ്രീ രാജ്മാണിക്യത്തെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ആദ്യ ടിക്കറ്റ് വിൽപ്പനയാണ്. ആദരണീയനായ സംസ്ഥാന ഫിഷറീസ്, തുറമുഖ, പോർട്സ് വകുപ്പ് മന്ത്രി ക്ഷണിക്കുന്നു. കോംപ്ലിമെന്ററി പ്രോഗ്രാമിന് മുഖ്യമന്ത്രി അടക്കം പൈസ കൊടുക്കാൻ ടിക്കറ്റ് പറയുന്നു. ഒരറിയിപ്പ് കൂടിയുണ്ട്. മുഖ്യമന്ത്രി അടക്കം ഈ പരിപാടിക്ക് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്താണ് ഇത് കാണുന്നത്. അതുകൊണ്ട് ഇതിൽ കോംപ്ലിമെന്ററി പാസ് ഇല്ല എന്ന് പ്രത്യേകം അറിയിക്കുന്നു. നിങ്ങൾ